السلام عليكم ورحمة الله وبركاته. إن الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, മഹത്തായി ക്യാമ്പസിൻ്റെ സാരഥികളെ, വ്യത്യസ്തങ്ങളായ ഇടങ്ങളിൽ നിന്ന് ഈ മഹാസമ്മേളനത്തിലേക്ക് വന്നു ചേർന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 8 ദിവസം നീണ്ടു നിൽക്കുന്ന മഹത്തായൊരു സമ്മേളനം ഈ സ്ഥാപനം പ്രഖ്യാപിച്ചപ്പോൾ അതിനേറ്റവും പ്രാമുഖ്യം നൽകുകയും വളരെ പ്രാധാന്യത്തോടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് സംഘടിപ്പിക്കുകയും ചെയ്ത ഒരു സമ്മേളനമാണ് ഇത്. ഈ സ്ഥാപനം ഏതാണ്ട് 56 വർഷങ്ങളായി ഇവിടെ പ്രവർത്തിച്ചു പോരുന്നുണ്ട്. അതിൽ 2010 മുതൽ ഇവിടെ പ്രവർത്തിക്കുന്ന മഹത്തായ സ്ഥാപനമാണ് കരുണാഭവൻ. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് വേണ്ടി വ്യവസ്ഥാപിതമായി നടന്നുവരുന്ന ഒരു സ്ഥാപനമാണത്. ഈ 86-ാം വർഷത്തിൽ ഈ മഹത്തായ സ്ഥാപനം, അതിൻ്റെ മാനേജ്മെൻറ്റ് ഒരു ദൃഢനിശ്ചയത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ 60-ാം വർഷത്തിലേക്ക് എത്തുമ്പോൾ വളരെ ദീർഘവീക്ഷണത്തോടെ നിരവധി പ്രൊജക്റ്റുകൾ ഈ സ്ഥാപനത്തിൽ വരികയാണ്. അതിലേറ്റവും അധികം പ്രാധാന്യം കാണുന്ന ഒരു പ്രൊജക്റ്റാണ് കരുണാഭവൻ്റെ പ്രൊജക്റ്റ്. ഇവിടെ നിലകൊള്ളുന്ന സ്ഥാപനം നേരത്തെ സൂചിപ്പിച്ചതുപോലെ 60ഓളം വരുന്ന വിദ്യാർത്ഥികളുമായി പ്രവർത്തിച്ചു പോരുമ്പോൾ നിരവധി അഡ്മിഷനുകൾ പുതുതായി വരുമ്പോഴും നമ്മുടെ അസൗകര്യങ്ങൾ കൊണ്ട് പലപ്പോഴും അത് മനസ്സോടെ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. അതിനു പുറമെ നമ്മുടെ സഹോദരങ്ങളുടെ, നമ്മുടെ കുഞ്ഞുമക്കളുടെ, നമ്മൾ ചേർത്തു പിടിക്കേണ്ട നമ്മുടെ പ്രിയപ്പെട്ടവരുടെ അവസ്ഥകൾക്കും അതുപോലെ തന്നെ അവരുടെ പ്രയാസങ്ങളെ നീക്കിക്കൊടുക്കുന്നതിനും ആവശ്യമായ പൂർണ്ണമായ സംഗതികൾ ചെയ്തു കൊടുക്കാൻ കഴിയാതെ വരുമ്പോൾ പലപ്പോഴും പ്രയാസം അനുഭവപ്പെടാറുണ്ട്. അതുകൊണ്ട് ഈ 3 കൊല്ലത്തിനുള്ളിൽ നമ്മുടെ ഈ സ്ഥാപനത്തിൽ കരുണാഭവൻ സ്കൂൾ അതിൻ്റെ എല്ലാ പോരായ്മകളും പരിഹരിക്കുവാനും നമ്മുടെ സഹോദരങ്ങളുടെ അവരനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ അവസ്ഥകൾ കണ്ട് മനസ്സിലാക്കി അത് പരിഹരിക്കുവാൻ ആവശ്യമായ ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. ആ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ പരിമിതികൾ എന്ന് പറയുന്ന സംഗതികളെക്കുറിച്ച് പഠിക്കുകയും അതിനുള്ള പരിഹാരങ്ങൾ എന്ത് എന്ന് കൃത്യമായി പഠിച്ചവതരിപ്പിക്കുകയും അതിനുള്ള പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്യുന്ന ഒരു മഹത്തായ സംരംഭമാണ്. അതിനു പുറമെ ഇവർക്ക് ആവശ്യമായ തെറാപ്പി സേവനങ്ങൾ വ്യത്യസ്തമായത്, അതുപോലെ തന്നെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്നതിന് പുറമെ ഇത്തരം സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകൾക്കറിയാം, 3 വയസ്സോ അല്ലെങ്കിൽ 4 വയസ്സോ 5 വയസ്സോ തുടങ്ങി അഡ്മിഷൻ വന്നാൽ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾ വളർന്നു വലുതായി ഒരു 18 വയസ്സായി 19 വയസ്സായാൽ പോലും ഇനി നിങ്ങൾ പൊയ്ക്കൊള്ളൂ എന്ന് പറഞ്ഞ് അവരെ മടക്കിവിടാൻ കഴിയാത്ത സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 18 വയസ്സാകുന്ന അല്ലെങ്കിൽ കുറച്ച് മുതിരുന്ന നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അവരുടെ ഭാവിയിൽ അവർക്ക് സ്വന്തമായി ജീവിക്കുവാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു തൊഴിൽ പരിശീലന പദ്ധതി ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. നമ്മുടെ മക്കൾക്ക് അവർക്ക് സ്വന്തം കാലിൽ നിന്ന് ജീവിക്കുവാൻ കഴിയുന്ന രൂപത്തിൽ അവർക്കാവശ്യമായ ഒരു തൊഴിൽ പരിശീലനം എന്നതിന് പുറമെ നമ്മുടെ മക്കൾക്ക് ഭാവിയിൽ അവരുടെ സാമ്പത്തികമായ നിലനിൽപ്പിന് വേണ്ടി ഒരു സൂപ്പർ മാർക്കറ്റ് അവർക്കു തന്നെയും ഇടപെട്ടുകൊണ്ട് നടത്താൻ കഴിയുന്ന രൂപത്തിൽ ഒരു സൂപ്പർ മാർക്കറ്റ് ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. അതുപോലെ തന്നെ
ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്റർ, വെക്കേഷണൽ റീഹാബിലിറ്റേഷൻ സെൻറ്റർ, അതിനു പുറമെ നമ്മുടെ മക്കൾക്ക് നിന്ന് പഠിക്കാൻ അവരുടെ എല്ലാ പരിമിതികളും കവച്ചു വെക്കാൻ കഴിയുന്ന രൂപത്തിൽ അവർക്ക് സ്വസ്ഥമായി താമസിക്കുവാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു റെസിഡൻഷ്യൽ സെൻറ്റർ ഈ വരുന്ന നാളുകളിൽ ഈ മഹത്തായ സ്ഥാപനത്തിനുള്ളിൽ പ്രഖ്യാപിക്കുകയാണ്. അതുപോലെ തന്നെ ഡയാലിസിസ് സെൻറ്റർ, അപ്രകാരം തന്നെ ന്യൂറോ റിഹാബിലിറ്റേഷൻ സെൻറ്റർ, അപ്രകാരം തന്നെ സൈക്യാട്രിക് കമ്മ്യൂണിറ്റി റിഹാബിലിറ്റേഷൻ സെൻറ്റർ. ഇത്രയും കാര്യങ്ങളാണ് വരുന്ന 3 കൊല്ലങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മളിവിടെ പ്രഖ്യാപിക്കുന്നത്. തീർച്ചയായും കരുണാഭവൻ എന്ന് പറയുന്ന ഈ മഹത്തായ സംരംഭം നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്രവർത്തിക്കുമ്പോൾ ഇതിൻ്റെ മാനേജ്മെൻറ്റ് പൂർണ്ണമായും നമ്മെ സൃഷ്ടിച്ച പടച്ചവൻ അവൻ തരുന്ന പ്രതിഫലം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന ഒരു പ്രവർത്തനമാണിത്. ഏതെങ്കിലും തരത്തിൽ മറ്റു ലക്ഷ്യങ്ങളോടെ അല്ലെങ്കിൽ മറ്റു വരുമാന മാർഗങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു സംരംഭമല്ല ഇത്. പൂർണ്ണമായും സൗജന്യമായി സാമൂഹ്യ സേവനം എന്ന നിലക്ക്, സമൂഹത്തോട് നമ്മൾ നിർവഹിക്കേണ്ട ബാധ്യത എന്ന നിലക്കാണ് ഈ സംരംഭം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ കരുണാഭവൻ സ്പെഷ്യൽ സ്കൂൾ എന്നിടത്ത് നിന്ന് ഉയർന്ന് ഒരു റിസർച്ച് സെൻ്ററായി, മാത്രമല്ല അതിന് പുറമെ നമുക്കറിയാം ഇവരുടെ വ്യത്യസ്തങ്ങൾ, ഭിന്നശേഷി എന്ന് പറയുമ്പോൾ തന്നെ ഇവരുടെ വ്യത്യസ്ത മേഖലകൾ, ഓരോന്നിനും ഓരോ മേഖലകളാണ്. കാഴ്ചയില്ലാത്തവരുടെ മേഖല, കേൾവിയില്ലാത്തവരുടെ മേഖല, അതിനു പുറമെ മറ്റു ബുദ്ധിപരമായി പ്രയാസം അനുഭവിക്കുന്നവരുടെ മേഖല, നമ്മൾ ഭൗതികമായി നോക്കിക്കാണുന്നതിനപ്പുറത്ത് സങ്കീർണമായ ഒരുപാട് ഇടങ്ങൾ ഇതിന് ഇടയിലുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അനുഭവമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടുള്ള വളരെ വിപുലമായ ഒരു ക്യാമ്പസാണ് കരുണാഭവൻ ഇവിടെ പ്രഖ്യാപിക്കുന്നത്. അതിൻ്റെ തറക്കല്ലിടൽ കർമ്മമാണ് കഴിഞ്ഞ ദിവസം ഇവിടെ ബഹുമാന്യനായ നൂർ മുഹമ്മദ് സേട്ട് നിർവഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ക്യാമ്പസിൻ്റെ ഹൈലൈറ്റായി എല്ലാ നിലക്കും നമ്മുടെ സഹോദരങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു വലിയ ക്യാമ്പസ് ബുസ്താനുൽ ഉലൂമിൽ രൂപപ്പെടുന്നത് വളരെ സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും ആവശ്യപ്പെടുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.